വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ശർക്കര പാനി ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. പൊടിച്ചിട്ടുള്ള അളവാണ് കേട്ടോ 3/4 കപ്പ്. അത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ശർക്കര ഒന്ന് ഉരുകി വരുന്നത് വരെ തിളപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതാ ശർക്കരയൊക്കെ കംപ്ലീറ്റ് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അതിന് മുമ്പ് ഇതൊന്ന് അരിച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല വേറെ. അപ്പം നമ്മളിത് റെഡിയാക്കി എടുക്കുന്നതിന് മുമ്പായിട്ട് ഇത് സെറ്റ് ചെയ്യാനുള്ള ബൗളൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വൈറ്റ് എള്ളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കൊരു 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കരിഞ്ഞൊന്നും പോവാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഈ ഒരു പാൻ ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും കരിഞ്ഞു പോകില്ല കേട്ടോ. അത്യാവശ്യം നല്ല ചൂട് കട്ടിയുള്ള ഒരു കാസ്റ്റ് അയൺ കടായിയാണിത്. ഇൻഡസ് വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ കടായിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഉൾവശമാണെന്നുണ്ടെങ്കിലോ നല്ല സ്മൂത്താണ്, നോൺ സ്റ്റിക്ക് പോലെയാണ് കേട്ടോ. കണ്ടാൽ തോന്നുള്ളൂ ഉൾവശമൊക്കെ അത്രക്കും സ്മൂത്ത് ആയിട്ടുള്ള ഒരു കടായിയാണ്. പിന്നെ ഇത് പ്രീ സീസൺഡ് ആയതുകൊണ്ട് നമുക്ക് നേരിട്ട് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. മയക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കഴുകിയിട്ട് നേരിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡസ് വാലിയിൽ നിന്നുള്ള ഏതെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു കടായി വാങ്ങിക്കാനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ NEWS12 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 12% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് അതിൻ്റെ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് അരിച്ച് വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. പിന്നെ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെറുതായിട്ട് കട്ടയാവും. പിന്നെ നമുക്കത് തിക്കാവുന്നതിനനുസരിച്ചിട്ട് കട്ടകളൊക്കെ ഉടച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ മുഴുവൻ ശർക്കരപ്പാനിയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കൈയെടുക്കാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ശർക്കരപ്പാനിയൊക്കെ ഒന്ന് വറ്റി തിക്കായി വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും അതുപോലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കുറച്ച് നല്ല ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കട്ടകളായിട്ട് നിൽക്കണതൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് ഇങ്ങനെ വറ്റി വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉടച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഈ ഒരു നെയ്യും ഇതിലേക്ക് അബ്സോർബായി വന്നതിന് ശേഷം വീണ്ടും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ആ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് സെറ്റ് ആവാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ബൗളിൽ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ തന്നെ ഇത് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ഡീമോൾഡ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ വിടിയിച്ച് കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹൽവയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്